അടൂർ അസ്കർ, ഇവിടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് പരാതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഈ പരിസരത്തിൽ മാത്രം ഒരു ഇടതുപക്ഷ MLA-ക്കെതിരെ ഉണ്ടാവുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 100 സാറാ ജോസഫ് അടക്കം 100 വനിതാ പ്രവർത്തകർ അല്ലെങ്കിൽ 100 പ്രധാനപ്പെട്ട വനിതാ രത്നങ്ങൾ മുഖ്യമന്ത്രിക്ക് പ്രസ്താവന അയക്കുന്നു. ഇയാളെ MLA സ്ഥാനം ഇയാൾ രാജിവെക്കുന്നില്ലെങ്കിൽ ഇയാളെ MLA സ്ഥാനത്ത് പുറത്താക്കണമെന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പരാതികൾ വരുമോ എന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ, ഈ പരാതികൾ കേവല പരാതികളല്ലാതെ ഇത് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയായി ഒക്കെ പോകുന്ന പശ്ചാത്തലത്തിൽ ഇനിയും ഇത് രാഷ്ട്രീയ പ്രേരിത പ്രതിഷേധമാണ് എന്നൊക്കെ സംരക്ഷിക്കൽ ഇരട്ടത്താപ്പല്ലേ? ഒറ്റവാക്കിൽ ഇരട്ടത്താപ്പല്ലേ ഭാസ്കർ? ഹാഷ്മി, അതിസങ്കീർണവും ഏറ്റവും ഗുരുതരവുമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കൊല്ലത്തെ പാർട്ടി നിൽക്കുന്നത്. CPIM-ന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു MLA-ക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. ഒരു തവണയല്ല 2 തവണ MLA ആയ വ്യക്തിയാണ്. സ്വാഭാവികമായും ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ട പവിത്രത അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം MLA ആയതിനു ശേഷമല്ല ഇത്തരം ആരോപണങ്ങളൊന്നും വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സിനിമാ സഹപ്രവർത്തകരോട് അദ്ദേഹം നടത്തിയിട്ടുള്ള മോശമായ പെരുമാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വന്നിട്ടുള്ളത്. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പരാതി പോലീസ് മുമ്പാകെയുണ്ട്, അന്വേഷണം നടത്തി. MLA വാഹനത്തിൽ പോയി ലൈംഗികാതിക്രമം നടത്തിയാലേ ജനപ്രതിനിധികൾ MLA എന്നതിൽ കുറ്റക്കാരനാവുന്നില്ലല്ലോ. ഇപ്പൊ MLA-യുടെ വാഹനത്തിൽ പോയി ലൈംഗികാതിക്രമം നടത്തിയാൽ MLA അതെന്നാൽ സുരേഷ് ഗോപി പറയുന്ന പോലെ ആയി പോയില്ലേ? എന്നാൽ അമ്മയുടെ ഓഫീസ് ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ കാര്യം മാത്രം ചോദിക്കുക, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം മാത്രം ചോദിക്കുക, അദ്ദേഹം BJP ഓഫീസ് ഇറങ്ങി വരുമ്പോൾ BJP-യുടെ കാര്യം മാത്രം ചോദിക്കുക, അങ്ങനെയുള്ള വാദമായി പോയില്ലേ? അത് അങ്ങനെയല്ലല്ലോ സർ. ഇവിടെ ടെസ് ജോസഫ് അടക്കം അടിക്കടി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പുറത്തിറക്കുന്ന ഒരു പ്രതികരണ കുറിപ്പാകട്ടെ അങ്ങേയറ്റം ദുർബലവും അങ്ങേയറ്റം ബാലിശമായ പ്രതിരോധ കുറിപ്പ്. അത് വെച്ചിട്ടാണോ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് ശ്രീ BN അസ്കർ? ഒരിക്കലല്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിശദീകരണം കേൾക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മാത്രമല്ല, കേരള ചരിത്രത്തിലെ ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പെൺവാണിഭ കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു, പക്ഷേ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ സമാനമായിട്ടുള്ള സംഭവം ശ്രീ എൽദോസ് കൊന്നപ്പള്ളിക്കെതിരെ ആരോപണം മുന്നിട്ടുണ്ട്, ശ്രീ M. വിൻസെന്റിനെതിരെ ആരോപണം മുന്നിട്ടുണ്ട്. അവരാരും രാജിവെക്കണമെന്ന് ഒരാളും ആവശ്യപ്പെട്ടതായി നാം കണ്ടില്ല, കേട്ടില്ല, പറഞ്ഞു കേട്ടതുമില്ല. പക്ഷേ അവർക്കെതിരെ ഒക്കെ തന്നെ വന്നിട്ടുള്ള ആരോപണങ്ങൾ പോലെ തന്നെ മാത്രമേ ഇപ്പോഴും ഈ ആരോപണത്തിൽ. അങ്ങനെയാണെങ്കിൽ അവരെ ആ പാർട്ടികളെ പോലൊരു പാർട്ടിയാണ് CPM എന്നും ഈ പറയുന്ന സ്ത്രീപക്ഷ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ വെറുതെ പറയുന്നത് ഞങ്ങളുടെ വായ്ത്താരി മാത്രമാണെന്നും അങ്ങനെ ഞങ്ങൾ വെറുതെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ചുമ്മാ രസത്തിന് അങ്ങ് പറയുന്നതാണെന്നും ഈ നവോത്ഥാനം അതിൽ കെട്ടിയതും സ്ത്രീ മുന്നേറ്റം പറയുന്നതൊക്കെ കാപട്യമാണെന്നും കൂടെ സമ്മതിക്കണം. ബാക്കി എല്ലാ പാർട്ടികളെ പോലെയുള്ളൂ, ഞങ്ങളൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നങ്ങ് സമ്മതിക്കുകയാണോ ശ്രീ അസ്കർ? ഹാഷ്മി, ഇടതുപക്ഷ ബോധത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഇടതുപക്ഷ ബോധം എന്ന് പറയുന്നത് അത് അങ്ങനെ ഒറ്റപ്പെട്ടതും അങ്ങനെ മാറ്റി നിർത്തപ്പെടാവുന്നതല്ല. സ്ത്രീപക്ഷ നിലപാടുകളോട് CPM-നും ഇടതുപക്ഷത്തിനും വലിയ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് CPM, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്, CPM ഇക്കാര്യത്തിൽ ശ്രീ M. മുകേഷിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് തന്നെയാണ്. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. അദ്ദേഹത്തെ രാജിവെക്കണം എന്നാവശ്യപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ബോധത്തിൻ്റെ പ്രക്രിയയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സിനിമാ നയരൂപീകരണ സമിതി എന്നൊരു സമിതിയിൽ ഈ മഹാൻ അംഗമാണ് ബീനാസ്കർ. ഇവിടെ ഈ സിനിമാ നയരൂപീകരണ സമിതി എന്ന് പറയുന്ന സമിതിയിൽ ഈ മഹാൻ അംഗമാണ്. അതിൽ നിറങ്ങിപ്പോയാൽ MLA എന്നുള്ള നിലയ്ക്കോ അല്ലാതെയോ മുകേഷോ പാർട്ടിക്കോ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഒരു താൽക്കാലികമായെങ്കിലും ഈ പറയുന്ന ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് സിനിമാ മേഖലയിൽ തന്നെയാണെന്നിരിക്കെ ഈ പറയുന്ന നയരൂപീകരണ സമിതിയിൽ നിന്നെങ്കിലും ഇറങ്ങിപ്പോകാം എന്ന് അദ്ദേഹത്തിന് തോന്നാത്തത് എന്താണ്? അല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പാർട്ടി പറയാത്തത് എന്താണ് ഭാസ്കർ? അല്ല, നയരൂപീകരണ സമിതിയിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ നിശ്ചയമായും അദ്ദേഹം ആ സമിതിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഒരുപക്ഷെ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്ന ഒരു ധാർമ്മികതയുടെ കൂടി പ്രശ്നമാണ്. ആ ധാർമ്മികത അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അത്തരത്തിലൊരു തീരുമാനം എടുക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്.
പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ ഒരു ആരോപണം വരുന്നു. ആ ആരോപണത്തിൻ്റെ സത്യസന്ധതയെ സംബന്ധിച്ചും ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അന്വേഷിച്ച് കണ്ടെത്തുന്നതിനൊരു വ്യവസ്ഥാപിതമായൊരു പ്രക്രിയ നമ്മുടെ നാട്ടിലുണ്ട്. ആ വ്യവസ്ഥാപിത പ്രക്രിയയിലൂടെ കടന്നുപോയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് അത് ഫെഫ്ക എടുക്കുന്ന നിലപാട് പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിച്ചാൽ മാത്രം രഞ്ജിത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്ന് ഫെഫ്ക എടുക്കുന്ന പോലെയുള്ള അവിടെ ഇവിടെ തൊടാത്ത തീരുമാനമാണ്. അത് ഇടതുപക്ഷ നിലപാടല്ല കേട്ടോ ഭാസ്കർ.